ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് പ്രാക്ടിക്കൽ സ്ക്രൂ ഗേജ് ആണ്. അപ്പോൾ എക്സാമിന് എങ്ങനെയാണ് ഈ സ്ക്രൂ ഗേജിന് എക്സ്പെരിമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണം, ലാസ്റ്റ് റിസൾട്ടിനെ കുറിച്ച് വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പോർഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ എയിം അതിനെ ആൻസർ പേപ്പറിലേക്ക് കോപ്പി ചെയ്യാം. എ സ്ക്രൂ ഗേജിന്റെ മീറ്റർ സ്കെയിൽ ആർ സപ്ലൈഡ്. ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് വയർ ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം. അപ്പോൾ ഒരു വയർ നിങ്ങൾക്ക് തരും. ആ വയറിന്റെ ഡയമീറ്റർ ആണ് കാണേണ്ടത്. ഡയമീറ്റർ കണ്ടിട്ട് അതിന് റേഡിയസ് കണ്ട് വോളിയം കാണണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇത് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം അപ്പാരറ്റസ് എഴുതാം. അപ്പാരറ്റസ് എഴുതിയിൽ നിർബന്ധമില്ല. അപ്പാരറ്റസ് എഴുതിയ സ്ക്രൂ ഗേജ് നിങ്ങൾക്ക് ഓൾറെഡി തന്നതാണ്, വയർ, മീറ്റർ സ്കെയിൽ എക്സെട്ര. അപ്പോൾ സ്ക്രൂ ഗേജ് ഒക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് മേലെ നോക്കി അതിനെ കോപ്പി ചെയ്ത് എഴുതുക. ദെൻ വയർ, മീറ്റർ സ്കെയിൽ എക്സെട്ര. അപ്പോൾ ഈ രണ്ടും എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് തിയറി പോർഷൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻസ്ട്രുമെന്റ് കൈ കിട്ടുള്ളൂ. അപ്പോൾ തിയറി എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് പിച്ച് സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ഹെഡ് സ്കെയിൽ എന്ന് പറയുന്നത് 100 ഡിവിഷൻസ് ആണ്. സോ ലീസ്റ്റ് കൗണ്ട് ഇത് ചോദിച്ചാൽ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് ചോദിച്ചാൽ 0.01 മില്ലിമീറ്റർ ആണ്. ദെൻ ടോട്ടൽ റീഡിംഗ് PSR പ്ലസ് കറക്റ്റ് HSR ഇൻറ്റു LC. അതായത് ഇതാണ് നമുക്ക് സ്ക്രൂ ഗേജിൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ റീഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ആണത്. അതുപോലെ തന്നെ സീറോ കറക്ഷൻ കാണണം. അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞുതരാം. ദെൻ വോളിയം ഓഫ് ദ വയർ πr²L. കാരണം വോളിയം ഒരു വയർ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഫോം ആണ്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²L ആണ്. സോ R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ വയർ. ദെൻ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എന്താണ്? വോളിയം ഓഫ് ദ വയർ. കാരണം എയിമിൽ പറയുന്നുണ്ട് വോളിയം ഓഫ് ദ വയർ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതൊക്കെ എഴുതേണ്ടത് റൈറ്റ് സൈഡ് ആണ് എഴുതുന്നത്. ഒരു പേപ്പറിന് റൈറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ റെഡിൽ കാണിച്ചിരിക്കുന്നത് 1 മില്ലിമീറ്റർ, 100 ഡിവിഷൻസ്, 0.01 മില്ലിമീറ്റർ. ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് കിട്ടുന്നതിന് മുന്നേ എഴുതാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ബ്ലാങ്ക് ആക്കി വിടുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രണ്ട് ഗ്രീനിൽ എഴുതിയിരിക്കില്ല, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടാണ് ശരിക്കും പഠിക്കേണ്ടത്. കാരണം ഇതാണ് നമുക്ക് റീഡിങ്ങിന് ആവശ്യം, ഇതാണ് കാൽക്കുലേഷന് ആവശ്യം. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. ഇതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കോളം വരച്ചു കൊടുക്കാം. കോളം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞില്ലേ, PSR പ്ലസ് കറക്റ്റ് HSR ഇൻറ്റു LC, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കോളം PSR ആണ്, അടുത്ത ഒബ്സർവ്ഡ് HSR ആണ്, തേർഡ് കറക്റ്റ് HSR ആണ്, കറക്റ്റ് HSR ഇൻറ്റു LC ആണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം, ഒബ്സർവ്ഡ് HSR ഡിവിഷൻസ് ആണ്, കറക്റ്റ് ഡിവിഷൻസ് ആണ്, ബാക്കിയൊക്കെ മില്ലിമീറ്റർ ആണ്. 3 റീഡിങ്സ് ആണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതാണ് 1, 2, 3 എന്ന് കൊടുക്കാൻ കാരണം. ആൻഡ് മീൻ ഡയാമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് വയർ കാണണം. ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഡയാമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്, അപ്പോൾ അത് കാണണം. ആൻഡ് ലെങ്ത് ഓഫ് ദ വയർ, വയറിന്റെ ലെങ്ത്തും കാണണം. അപ്പോൾ ഇത്രയും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചറിന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ കാണിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സ്പെരിമെന്റ് തുടങ്ങാൻ വേണ്ടി പറയും. എക്സ്പെരിമെന്റ് തുടങ്ങാൻ വേണ്ടി പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കോളവും ഫില്ല് ചെയ്യേണ്ടത്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇൻസ്ട്രുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഡെഡ് എൻഡിൽ പിടിച്ച് തിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ ഈ ഭാഗത്ത് പിടിച്ച് തിരിക്കരുത്, കാരണം സീറോ കറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആദ്യം കാണേണ്ടത് സീറോ കറക്ഷൻ ആണ്. അപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരും, കാരണം രണ്ട് പോയിന്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് വരും. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ആ പൊസിഷൻ, ഈ പൊസിഷനിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഈ പൊസിഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റീഡിംഗ് കിട്ടിയെങ്കിൽ, അതായത് ഇവിടെ ആക്ച്വലി ഇതാണ് വര, ഇവിടെ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ നോക്കേണ്ടത്. അപ്പോൾ ഈ റെഫറൻസ് ലൈൻ നിൽക്കുന്നത് ഇപ്പോൾ 11ലാണ് നിൽക്കുന്നത്, കാരണം ഇത് 10 ആണ്. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 11, കാരണം 12, 13 ഇങ്ങനെ പോകണം. അപ്പോൾ ഈ ലൈൻ ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നത് 11ലാണ്. അപ്പോൾ ആക്ച്വലി 0ലാണ് കോയിൻസൈഡ് ചെയ്യേണ്ടത്, പക്ഷെ 11ലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അതിനർത്ഥം 11 ഡിവിഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഗേജിന് എറർ ഉണ്ട്, 11 കൂടുതൽ എറർ ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ റീഡിങ്ങിലും ആ എറർ കൂടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ റീഡിങ്ങും ഇത് കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് 11 ഡിവിഷനാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എഴുതി കൊടുത്തതിൽ സീറോ കറക്ഷൻ ഡാഷ് ഉണ്ടാവും, അവിടെ നമ്മൾ എന്ത് ചെയ്യാം, 11 ഡിവിഷൻ എഴുതി വെക്കാം. ഇനി 11 ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നിൽക്കുന്നത് 90ലാണ്, അത് സീറോയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ 100ലേക്ക് മീൻസ് സീറോയിലേക്ക് എത്താൻ ഇനിയും 10 ഡിവിഷൻ പോകണം. അപ്പോൾ ഇതിന് സീറോ കറക്ഷൻ എന്ന് പറയുന്നത് 10 ഡിവിഷൻസ് ആണ്. കാരണം ഈ സ്ക്രൂ ഗേജിൽ 10 എന്താണ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, 10 കൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് 10 ഡിവിഷൻ പ്ലസ് 10 ഡിവിഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് നമ്മുടെ സീറോ കോയിൻസൈഡ് 97ലാണെന്ന് വിചാരിക്കുക. കാരണം ഇത് 95 ആണ്. സോ 96, 97ലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0ലേക്ക് എത്താൻ, അതായത് 100ലേക്ക് എത്താൻ നമുക്കറിയാം 100 മൈനസ് 97 3ആണ്. അപ്പോൾ നമ്മുടെ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് +3 ഡിവിഷൻ ആണ്. അപ്പോൾ സീറോ കറക്ഷൻ കാണാം. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന സീറോ കറക്ഷൻ, അതാണ് അവിടെ എഴുതി വെക്കേണ്ടത്. സീറോ കറക്ഷൻ ഓൾറെഡി നമ്മൾ ആ തിയറി എഴുതുമ്പോൾ സീറോ കറക്ഷൻ ഡാഷ് ഡിവിഷൻ എഴുതിയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുക, +3 എന്ന് എഴുതി വെക്കുക. ഇനിയല്ല, നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് എഴുതി വെക്കുക. അതായത് ശ്രദ്ധിക്കണം,
10, 12 അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 5, 6 ഒക്കെ ആണെങ്കിൽ അത് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ -5 എന്ന് വരും. നേരെ മറിച്ച് 95 ആണെങ്കിൽ +5. ഇനി 90 ആണെങ്കിൽ +10. ഇനി 97 ആണെങ്കിൽ +3. അങ്ങനെയാണ് വരിക. അപ്പോൾ സീറോ കറക്ഷൻ ആദ്യം സീറോ കറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെഡ് എൻഡിൽ പിടിച്ച് തിരിക്കാൻ പാടുള്ളൂ, നടുവിൽ പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, തിരിക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇങ്ങനെയാണെങ്കിൽ 0 കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ സീറോ കറക്ഷൻ ഇല്ല, അപ്പോൾ 0 എന്ന് എഴുതി വെക്കാം. ചിലപ്പോൾ രണ്ടും ഒരേപോലെ കോയിൻസൈഡ് ചെയ്യും, അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ് സീറോ കറക്ഷൻ ഇല്ല, 0 എന്ന് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സീറോ കറക്ഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ വയർ എന്ത് ചെയ്യാം, ആ രണ്ട് ജോലൊക്കെ ഇടയിൽ വെക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞ ശേഷം എന്താണ്, നമ്മൾ ഈ എൻഡിൽ പിടിച്ച് തിരിക്കുക, ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ട് എന്താ, വയറിന്റെ ഡയാമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അപ്പോൾ അത് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, വയറിന്റെ ഡയാമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ഡയാമീറ്റർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആ സ്ക്രൂ ഗേജ് എന്ത് ചെയ്യും, റീഡിംഗ് അവിടെ എന്ത് ചെയ്യും, കാണിക്കും. അപ്പോൾ ആ റീഡിംഗിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, HSR എന്താണ്, അതുപോലെ തന്നെ എന്താണ് കാണേണ്ടത്. അപ്പോൾ ഈ റീഡിംഗ് ആണ് PSR. PSR എന്ന് പറയുമ്പോൾ 1 ആണ് ഇവിടെ PSR. ഇനി HSR എന്ന് പറയുന്നത് ഈ ലൈൻ ഇവിടെ എവിടെ നിൽക്കുന്നു നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത് 30 ആണ്. അപ്പോൾ കണ്ടു നോക്കി, 20 ആണ്, അപ്പോൾ 30. അപ്പോൾ ഇവിടെ 30 ആണ്. അപ്പോൾ 31 നിൽക്കുന്നത്. അപ്പോൾ 31 നമ്മുടെ പിന്നെ HSR എന്ന് പറയുന്നത് 31 ഇത് PSR നമുക്ക് 1 ആണ്. കാരണം ഇത് 0 കഴിഞ്ഞ് 1. ഇനി 1 കണ്ടില്ലെങ്കിൽ 0 ഇടാം. ഇനി 2 ആണ് കാണുന്നെങ്കിൽ 2 എന്ന് എഴുതാം. ഇവിടെ നമ്മുടെ റീഡിംഗ് എന്താണ്, PSR എന്ന് പറയുന്ന റീഡിംഗ് എന്താണ്, 1 ആണ്. HSR എന്ന് പറയുന്ന റീഡിംഗ് എന്താണ്, 31 ആണ്. അതായത് ഈ വര എവിടെ കോയിൻസൈഡ് നോക്കുക. സോ 31 ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ HSR റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്പെരിമെന്റ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, പിന്നെ വയർ രണ്ട് ഇടയിൽ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡെഡ് എൻഡിൽ തിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പിടിച്ച് എന്ത് ചെയ്യുക, തിരിക്കരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റീഡിംഗ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് നോക്കുമ്പോൾ 1 കാണുന്നില്ല, അപ്പോൾ 0 ആണ് അവിടെ കാണുന്നത്. അപ്പോൾ PSR നമ്മുടെ 0 ആണ്. ഇനി HSR നോക്കാം. ഈ ലൈൻ കറക്റ്റായിട്ട് എവിടെ കോയിൻസൈഡ് നോക്കാം. ഇത് 40 ആണ്, 40 തൊട്ട് താഴെയാണ്. അപ്പോൾ 39 ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 39 ആണ് നമ്മുടെ HSR റീഡിംഗ് എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രൂ ഗേജിൽ എന്താണോ കാണിക്കുന്നത് അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ PSR 0 കിട്ടി, HSR നമുക്ക് എന്ത് കിട്ടി, 39 കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ കോളം ഓൾറെഡി നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യാം, ഫിൽ ചെയ്യാം. സോ PSR 0 എന്ന് എഴുതി, ഒബ്സർവ് HSR 39 എഴുതി. ഇനി ആ വയർ എന്ത് ചെയ്യുന്നു, മാറ്റി വേറെ ഭാഗത്ത് എന്ത് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യാം, ആ വയർ എന്ത് ചെയ്യാം, ഒന്നുകൂടി ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വേറെ റീഡിംഗ് കിട്ടും 40. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ്, 38 കിട്ടി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് റീഡിംഗ് 39 കിട്ടി. അപ്പോൾ അതിന് അടുത്ത് തന്നെ മറ്റൊരു റീഡിങ്സ് കിട്ടും, ഒരുപാട് വ്യത്യാസം വരില്ല. അതായത് 39 കിട്ടി കഴിഞ്ഞാൽ പിന്നെ 60, 80 ഒന്നും വരില്ല, ചെറിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പോൾ PSR നമുക്ക് എന്താണ്, 0 ആണ് കാരണം വരിക. കാരണം വയറൊക്കെ ആകുമ്പോൾ വളരെ ചെറിയ തിക്നെസ്സേ ഉണ്ടാവുള്ളൂ, 1 മില്ലിമീറ്റർ കൂടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് PSR നമുക്ക് 0 കിട്ടുന്നത്. HSR കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി സീറോ കറക്ഷൻ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ സീറോ കറക്ഷൻ +3 ആണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ HSRനെ കറക്റ്റഡ് HSR എന്ന് പറയുമ്പോൾ ഈ സീറോ കറക്ഷൻ ആഡ് ചെയ്യണം. ഇനി മൈനസ് ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് പ്ലസ് ആണ് കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. സോ 39 + 3 42, 40 + 3 43, 38 + 3 49. അതായത് കിട്ടിയ ഈ HSRനോടൊപ്പം നമുക്ക് കിട്ടിയ സീറോ കറക്ഷൻ ആഡ് ചെയ്യാം. സീറോ കറക്ഷൻ മൈനസ് ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് +3 ആണ്. അപ്പോൾ 39നൊപ്പം 3 ആഡ് ചെയ്തു, അപ്പോൾ 42 കിട്ടി. 40നോടൊപ്പം 3 ആഡ് ചെയ്തു, 43 കിട്ടി. 38നൊപ്പം 3 ആഡ് ചെയ്തു, 41 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സീറോ കറക്ഷൻ കിട്ടുന്നത് അതാണ് അവിടെ ചെയ്യേണ്ടത്. ഇനി ഇൻറ്റു LC നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു 0.01 ആണ്. അപ്പോൾ എന്ത് വരും, 0.42, 0.43, 0.41. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്നത്, അതിന് 0.42, 0.43, 0.41. ഇനി ചെയ്യേണ്ട കാര്യം, ഇതും കൂടി കൂട്ടുക. അപ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെ 0.42 ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 0.42, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 0.43, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താണ്, 0.41. അപ്പോൾ ഓർത്ത് വയ്ക്കുക, PSR 0 ആണെങ്കിൽ ഇവിടെ എഴുതുന്ന അതേ റീഡിംഗ് ആണ് ഇവിടെയും വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ 3 റീഡിംഗ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി മീൻ വാല്യൂ ആണ്. അപ്പോൾ 3 റീഡിംഗ് മീൻ വാല്യൂ കാണുന്നത്, ഇത് 3ഉം കൂടി കൂട്ടുക, /3. 3ഉം കൂടി കൂട്ടി /3 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 0.42 + 0.43 + 0.41 /3. അപ്പോൾ നമുക്ക് കിട്ടും 0.42. അപ്പോൾ ഈ മീനൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ 0.41 ആണ്, ഏറ്റവും വലുത് 0.43 ആണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിലെ മീൻ വരുള്ളൂ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ചെറിയ റീഡിംഗ് കിട്ടി, ഏറ്റവും വലിയ റീഡിംഗ് കിട്ടി, ഇതിന്റെ ഇടയിലെ മീൻ ഉണ്ടാവുള്ളൂ. കാരണം ചിലപ്പോൾ കാൽക്കുലേറ്റ് നിങ്ങൾക്ക് പ്ലസിന് വരെ വേറെ എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ അടിച്ചിട്ട് അറിയാതെ റീഡിംഗ് തെറ്റിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മീൻ വാല്യൂ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ, ഏറ്റവും വലിയ വാല്യൂ ഏതാണോ നോക്കുക, അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, മീൻ വാല്യൂ വരുള്ളൂ. സോ നിങ്ങൾക്ക് 0.42 എന്ത് കിട്ടി, ഡയാമീറ്റർ കിട്ടി. നമുക്ക് എന്താണ് വേണ്ടത്, റേഡിയസ് ആണ് വേണ്ടത്. അപ്പോൾ ഡയാമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ 0.42 / 2, സോ 0.21. ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മില്ലിമീറ്റർ ആണ്. ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻⁻3. ഇത് ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ചാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി.
10⁻³ ആണ് മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ. ഇനി അതുപോലെ ലെങ്ത് ഓഫ് ദ വയർ, അത് 2 മീറ്റർ. ലെങ്ത് ഓഫ് ദ വയർ കാണുന്നത് ഇങ്ങനെയാണ്. ആദ്യം ആ വയറിന്റെ വളവൊക്കെ നൂർത്തുക, സ്കെയിൽ ഇതുപോലെ വെക്കുക. സ്കെയിൽ ഇതുപോലെ വെച്ച് വളവൊക്കെ നൂർത്തി സ്കെയിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ആക്ച്വൽ ലെങ്ത് കിട്ടും. സോ സ്കെയിൽ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക വെച്ച് ലെങ്ത് എടുക്കുക. അപ്പം ലെങ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്നവിടെ 13 സെന്റിമീറ്റർ ആണ് ലെങ്ത് കിട്ടുന്നത്. സോ ലെങ്ത് സെന്റിമീറ്ററിലാണ് ഒരു മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻² വരുന്നത്. അപ്പോൾ നമുക്ക് 13 സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതവിടെ മാർക്ക്, അത് 13 സെന്റിമീറ്റർ ആണ് ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത്. സോ 13 × 10⁻⁻⁻ ചെയ്യാം. ഇനി നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോവാണ്. സോ വോളിയം ഓഫ് ദ വയർ πr² എല്ലാണ് വോളിയം ഓഫ് ദ വയർ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് വയർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 0.21 10⁻³ മീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ വയറും കിട്ടിയിട്ടുണ്ട് 13 × 10⁻². -2 ഇടാൻ കാരണം സെന്റിമീറ്റർ ആയതുകൊണ്ടാണ്. റേഡിയസ് മില്ലിമീറ്റർ ആയതുകൊണ്ട് -3 ചെയ്ത്, അതൊന്നും തെറ്റിക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വോളിയം ഓഫ് ദ വയർ എന്ന് പറഞ്ഞാൽ പൈന്റെ വാല്യൂ 3.14 ആണ്. r² ആണ്. അപ്പോൾ 0.21 × 10⁻³ × 13 × 10⁻², കാരണം ലെങ്ത് ആണ് 30 എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യുക, ഈ -3ന്റെ സെപ്പറേറ്റ് ചെയ്യാം ഇതായിട്ട്. ഇത് കാരണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഫുൾ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ഈ 0.21 ബാധകമാണ്, -3നും ബാധകമാണ്. അതാണ് സ്ക്വയർ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്ത് എഴുതിയത്. ഇനി -3നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് -6 വരും. ക്ലിയർ? അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു. -3 × 2 എന്ന് പറയുന്നത് -6 ആണ്. ഇവിടെ ഓൾറെഡി -2 ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ -2നും -3നും സെപ്പറേറ്റ് ആയി എഴുതി. അപ്പോൾ കാരണം -2 -6 എന്ന് പറയുമ്പോൾ -8 ആവും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സോ 3.14 × 0.21². സോ 0.21 × 0.2 × 13. ഈ -2 -6 ആണ് എന്ത് ചെയ്ത് -8 ആയത്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 10⁻⁸ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇത് മാത്രം ചെയ്ത് ആൻസറിൽ 10⁻⁸ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി തന്നു. അപ്പോൾ 3.14 × 0.21 × 13 വരെ എന്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.800 ആണ്. ഇനി 10⁻⁻8 അടുത്ത് എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ട് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പൂരിപ്പിച്ച് കൊടുക്കുക. 1.800 10⁻⁸ m3. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രൂ ഗേജ് ചെയ്യാൻ ശരിക്കും അരമണിക്കൂർ കൂടി ആവശ്യം വരില്ല ആക്ച്വലി. കാരണം തിയറിക്ക് ഇതുപോലെ എഴുതുകയാണെങ്കിൽ, അപ്പം ഇത് സ്ക്രൂ ഗേജിന് എക്സ്പെരിമെന്റ് പറഞ്ഞ കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. റീഡിങ്സ് മാറും. അപ്പോൾ റീഡിങ്സ് മാറുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കാൽക്കുലേഷൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. തിയറി പോർഷൻ എഴുതി കൊടുക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എഴുതി കൊടുത്താൽ മാത്രമേ ഇൻസ്ട്രുമെന്റ് തൊടാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഇൻസ്ട്രുമെന്റ് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബാക്കി കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഈ കൺസെപ്റ്റ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, ആൻസർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.